എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അനുമോളെ കണ്ടിരുന്നു, ഈ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ കണ്ടിരുന്നു. പരസ്പരം ഷെയ്ക്കനൊക്കെ കൊടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം അത് നിങ്ങൾ എല്ലാവരും അറിയിക്കും ചെയ്യും. അനുമോൾ അനീഷ് വിഷയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം അവസാന നാളുകളിൽ. ഇത് ശരിക്കും അവിടെ വെച്ച് തന്നെ അനീഷ് ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പോഴും കുറച്ചുപേര് ഈ പറയുന്ന തരത്തിൽ അനുമോൾ അനീഷിന്റെ കല്യാണം കഴിക്കുമോ, അനീഷ് അനുമോളെ കല്യാണം കഴിക്കുമോ, കല്യാണം ആലോചിച്ച് ചെല്ലുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചോദ്യങ്ങളുമായിട്ട് ഇപ്പോഴും ചിലരൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു അനാവശ്യ കാര്യമാണ്. അതിന്റെ ആവശ്യമില്ല. അനീഷ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ആ ഒരു സ്പോട്ടിൽ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ്. അയാൾ തന്നെ അനുമോളുടെ അടുത്ത് തുറന്നു പറഞ്ഞു. അതായത് ഈ ഒരു വിഷയം പറഞ്ഞ് അനുമോളിൽ നിന്നും തിരിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് വന്നപ്പോഴത്തേക്കും പിന്നെ അനീഷിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അനുമോൾ ചെന്നപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞു ഇനി പിറകെ വരേണ്ട ആവശ്യമില്ല, ഞാൻ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു, അത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് അനീഷ് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് പിന്നെ അനീഷ് അവിടെ നടന്നിട്ടേ ഇല്ല. അനുമോൾ മാത്രമായിരുന്നു ആ ഒരു വിഷയം പിന്നും ചർച്ചയാക്കി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വീണ്ടും എല്ലാവരിടത്തും ചെന്ന് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് നടന്ന ഒരു കാര്യമൊന്നുമല്ല. അനീഷ് ഒറ്റൊരു മനുഷ്യന്റെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞില്ല. ഒരു കാര്യം തോന്നി അത് ആ വ്യക്തിയോട് തുറന്നു പറഞ്ഞു, ആ വ്യക്തിക്ക് തിരിച്ച് അത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല. സോ അത് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്തു. വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് അനീഷ് അന്ന് അവിടെ കാണിച്ച ഒരു കാര്യമൊന്നും. അത് തന്നെ അനീഷ് പുറത്തിറങ്ങി അതിനെക്കുറിച്ച് സംസാരമേ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അനീഷ് തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അത് അങ്ങോട്ട് ചിലർക്കൊന്നും ദഹിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോഴും സംശയം, ഇപ്പോഴും അനീഷിന് ഇഷ്ടമാണോ അനുമോളെ, അല്ലെങ്കിൽ അനുമോളെ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ അനുമോക്ക് തിരിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിന്റെ ആവശ്യമേ ഇല്ല. ആ ഒരു സംശയത്തിന്റെ ചോദ്യത്തിന്റെ ഒരു ആവശ്യമില്ല. അത് ആ ഒരു നിമിഷം തന്നെ അനീഷ് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ. അത് പിന്നും എന്തിനാണ് വീണ്ടും ഇപ്പോഴും ഒരു ഉദ്ഘാടനത്തിന് ചെന്നപ്പോഴത്തേക്കും അനുമോളുടെ വിഷയം എടുത്തിട്ടൊക്കെ ചോദിക്കുന്നത്? അതൊരു അനാവശ്യ ചർച്ചാ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് അനീഷ് തന്നെ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നും എന്തിനാണ് അനീഷിന്റെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാവില്ല. പക്ഷേ ഇതിലൊരു കാര്യം അനീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്, എന്റെ കല്യാണം ഉടനെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ. അതായത് അനീഷിന്റെ വിവാഹം ഉടനെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ. അതിന് അനീഷ് പറഞ്ഞ കാര്യവും വ്യക്തമാണ്. അതായത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആ ഒരു തരത്തിൽ എനിക്ക് യോജിച്ച ഒരു വ്യക്തിയെ കിട്ടുമ്പോഴത്തേക്കും, അതായത് ആ ഒരു ആളെ അനീഷിന്റെ സങ്കല്പത്തിലുള്ള ഒരാളെ കിട്ടുമ്പോഴത്തേക്കും കല്യാണം ഉണ്ടാകും എന്നുള്ളത് അനീഷ് തന്നെ തുറന്നടിച്ച കാര്യമാണ്. അത് ചിലപ്പോൾ ഉടനെ തന്നെ സംഭവിക്കും എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞു കഴിഞ്ഞു. സോ അപ്പോൾ അത് അനുമോൾ അല്ല എന്നുള്ളത് അനീഷ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് മറ്റൊരാളാണ്. അതായത് അനീഷിന് ഇഷ്ടപ്പെട്ട് അനീഷിന്റെ സ്വഭാവത്തിന് ഒത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉടനെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷ് വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത്. സോ ഒരു കല്യാണം എന്തായാലും അനീഷിന്റേത് ഉടനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അനുമോളുമായിട്ടായിരിക്കത്തില്ല എന്നുള്ളത് അനീഷിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നും എന്തിനാണ് ഈ അനുമോളുടെ പേര് ഈ കല്യാണത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വീണ്ടും അതെടുത്ത് ഇട്ടുകൊണ്ട് പിന്നെ അനുമോൾ വിഷയമാക്കിക്കൊണ്ട് ഒരു സംസാരത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. വേറെ എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കുക, അപ്പൊ അനുമോളും അനീഷും, കാരണം ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. പക്ഷേ ഈ ഒരു കല്യാണം അല്ലെങ്കിൽ അനുമോളുമായിട്ട് അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. ഇത് അനീഷ് ഇട്ട ഒരു ഫുൾ സ്റ്റോപ്പ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടത്. കാരണം ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ കല്യാണ വിഷയം അത് അനീഷിന് യോജിച്ച അല്ലെങ്കിൽ അനീഷിന് താല്പര്യമുള്ള അനീഷിന്റെ സ്വഭാവത്തിനൊത്തു പോകുന്ന ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാകും എന്നുള്ളത് അനീഷ് അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി അനീഷ് ആ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് അന്ന് പ്രപ്പോസ് ചെയ്തതോ അല്ലെങ്കിൽ കല്യാണ വിഷയമോ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടയോ പറയേണ്ട ആവശ്യം ഇനി ആർക്കും തന്നെ ഇല്ല. അത് ഇവിടെ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയും. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ജീവിതമുണ്ട്, അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അവരവരുടെ ഇഷ്ടത്തിൽ മുന്നോട്ട് പോട്ടെ. അന്ന് അനീഷിന് തോന്നിയ ആ ഒരു ഇഷ്ടം അത് അനുമോളുടെ ഭാഗത്ത് 100% തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. കാരണം അനുമോൾ ഒരു കോൺടാക്റ്റിന് വേണ്ടിയിട്ട് ഒരാളുടെ ഫീലിംഗ്സ് വെച്ച് അവിടെ അനുമോൾ ചെയ്ത ഒരു കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അനുമോൾക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് അവിടെ കഴിഞ്ഞു, അത് ബിഗ് ബോസിനുള്ളിൽ കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, അവർ പുറത്തിറങ്ങി. അനീഷിന് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. അനീഷ് അനുമോളുമായിട്ടുള്ള ആ ഒരു കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോകാനും അനീഷിനൊട്ടും താല്പര്യമില്ല എന്നുള്ളതും അനീഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അനീഷ് തന്നെ ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുമുള്ള പ്രത്യേക ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഞാൻ അതിനുള്ളിൽ എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. അനുമോളെ ആയാലും ഐഡിയ സ്റ്റാർ സിംഗിൽ വന്നപ്പോഴത്തേക്കും നേരിട്ട് കണ്ടു, കൈ കൊടുത്തു. അപ്പോൾ അനീഷിന് വേറൊരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം ഉണ്ടായി, ഈ പറയുന്ന തരത്തിൽ അനീഷിന് തോന്നിയ ഒരു ഫീലിങ്സ്, അനീഷിന് തോന്നിയ ഒരു കാര്യം, മനസ്സിൽ തോന്നിയ ഒരു കാര്യം അനീഷ് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അത് അനീഷിനെ സമ്മതിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം ആരുടെയും സഹായമില്ലാതെ ആരോടും ഒന്നും പറയാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ കാണിച്ച ആ ഒരു ഗട്സ്, അത് കേട്ടിരുന്ന അനുമോള് പോലും ഞെട്ടിയ ഒരു കാര്യമായിരുന്നു അന്ന് നടന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം പിന്നെ അനീഷ് മുന്നോട്ട് കൊണ്ടുപോയിട്ടേ ഇല്ല. അത് അവിടെ കൊണ്ട് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു വിഷയം തന്നെയാണ്. സോ അതിനെ ഇനിയിപ്പോൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു ചോദ്യങ്ങളിലെല്ലാം തന്നെ ഇനി വരരുത് എന്ന് ആഗ്രഹിച്ച് തന്നെ ആയിരിക്കണം അനീഷ് ഇപ്പോൾ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. അതായത് എനിക്ക് വിവാഹം ഉണ്ടാകും, ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ളത് അനീഷ് വളരെ കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു കഴിഞ്ഞു. ആ കല്യാണം വരുമ്പോഴത്തേക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കും എന്നുള്ളതും അനീഷ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അത് അനുമോൾ ആയിരിക്കത്തില്ല എന്നുള്ളതും ഉറപ്പാണ്. സോ ഇനി ഈ ഒരു ടോക്ക്, അതായത് അനുമോൾ അനീഷ് കല്യാണം അല്ലെങ്കിൽ കല്യാണം ആലോചിച്ച് ചെല്ലുമോ എന്നുള്ള ആ ടോക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്.